അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ബഹുമാന്യനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അബ്ദുൽ ഹക്ക് സുല്ലമി അവർകളെ, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ PN അബ്ദുൽ ലത്തീഫ് മദനി അവർകളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും ISM Kerala.com ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് കിട്ടുമ്പോഴേക്കും ആസൂത്രിതമായ പ്രവർത്തനങ്ങൾക്ക് സമയമില്ലാഞ്ഞിട്ടും തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ സംരക്ഷണത്തിന് ഇസ്ലാഹി കേരളം തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ജനസാഗരം ഇവിടെ ഒത്തുനിൽക്കുമ്പോൾ, അല്ലാഹുവേ, ഈ തൗഹീദിനെ സംരക്ഷിക്കാൻ, സുന്നത്തിനെ സംരക്ഷിക്കാൻ, ഖുർആനും സുന്നത്തും എങ്ങനെ പഠിക്കണം, മനസ്സിലാക്കണമെന്ന സലഫിൻ്റെ മാർഗത്തെ സംരക്ഷിക്കാൻ നീ ഞങ്ങളെ കാരണക്കാരാക്കണമേ. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം സമുദായത്തിലുണ്ടാകുന്ന ഫിർഖത്തിനെ കുറിച്ച്, ഭിന്നിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ നബിയുഹാ വാഹിദ്. ഈ സമുദായം എങ്ങനെയാണ് ഭിന്നിക്കുക? അവരുടെ പ്രവാചകൻ ഒന്നാണ്. വഖിബ്ലതുഹാ വാഹിദ, അവരുടെ ഖിബ്ല ഒന്നാണ്. വകിതാബുഹാ വാഹിദ്, അവരുടെ കിതാബ് ഒന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാവുക എന്ന് ചിന്തിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഒരായത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ആ ആയത്തിന്റെ സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ഹബീബിൽ നിന്ന് നേരിട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം. കാലങ്ങൾ കഴിയുമ്പോൾ ചില ആളുകൾ വരും, ഈ ആയത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്, ഈ ആയത്തിനെ കുറിച്ച് ഈ രൂപത്തിലാണ് മനസ്സിലാകുന്നത് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായി ഒരു ആയത്തിനെ കുറിച്ച് തന്നെ ചിന്തകൾ വരികയും അത് ഭിന്നിപ്പിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് കൃത്യമായ, വ്യക്തമായ, ലളിതമായ ഉദാഹരണത്തിലൂടെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഏതൊരർത്ഥത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് ലളിതമായി മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണിത്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമി കൊച്ചു കേരളത്തിലെത്തി. അത് ജീർണതയിലേക്ക് സ്വാഭാവികമായും എത്തിപ്പെട്ടപ്പോൾ 1920-കളിൽ പണ്ഡിതന്മാർ സംഘടിച്ചപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സംഘത്തിന്റെ ചട്ടങ്ങളിൽ എഴുതി ചേർത്തു, ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗവും അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ, അവർക്കാണ് ഇതിൽ പ്രവർത്തിക്കാൻ കഴിയുക. ഖുർആനും സുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. പിന്നെ എന്തിനാണ് അന്ന് തന്നെ സലഫുകളുടെ മാർഗമെന്ന് എഴുതി വെച്ചത്? അത് ഖുർആനും സുന്നത്തും തന്നെ പഠിപ്പിക്കുന്ന, ഖുർആനിനെയും സുന്നത്തിനെയും എങ്ങനെ പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണമെന്ന രീതിശാസ്ത്രമാണ്. ആ രീതിശാസ്ത്രം തെറ്റിപ്പോയാൽ 1926-ൽ ഞങ്ങൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ ജാറങ്ങൾ കെട്ടി ഉയർത്തുക തന്നെ ചെയ്യും, ഞങ്ങൾ മരണവീട്ടിൽ 3 കഴിക്കുക തന്നെ ചെയ്യും എന്നു പറഞ്ഞുകൊണ്ട് വലിയ ഒരു വിഭാഗം
കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തുപോയത് ഖുർആനും ഹദീസും എങ്ങനെ മനസ്സിലാക്കണമെന്ന ഈ രീതിശാസ്ത്രത്തെ അംഗീകരിക്കാത്തത് കൊണ്ടായിരുന്നു. ആ ജംഇയ്യത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ബഹുമാന്യനായ KC അബ്ദുള്ള മൗലവി എന്ന ബഹുമാന്യനായ പണ്ഡിതൻ മൗലാന മൗദൂദി സാഹിബ് ഉയർത്തിവിട്ട ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്ത ചിന്താധാര അദ്ദേഹത്തെ സ്വാധീനിച്ചപ്പോൾ നമ്മുടെ KJയിൽ നിന്ന് പുറത്തുപോയി പിന്നീട് ജമാഅത്തിന്റെ അമീറായി മാറിയത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിത്തന്ന റസൂലുള്ളയും അവിടുത്തെ സ്വഹാബത്തും എങ്ങനെ മനസ്സിലാക്കി എന്ന രീതിശാസ്ത്രം തെറ്റിപ്പോയത് കൊണ്ടായിരുന്നു. CNN പോലെ ചേകനൂരിനെ പോലെയുള്ള ആളുകൾ മാറിപ്പോയതും അങ്ങനെ തന്നെ. 10 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ പിരിഞ്ഞുപോയ സന്ദർഭത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സംഘം മാസങ്ങളോളം എടുത്തുകൊണ്ട് 4 പ്രബന്ധങ്ങളും 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശദമായ പണ്ഡിത ചർച്ചയ്ക്ക് ശേഷം രാവിലെ 10 മുതൽ രാത്രി 2 മണി വരെ നീണ്ടു നിൽക്കുന്ന വിശദമായ ചർച്ചയ്ക്ക് ശേഷം കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച 18 തീരുമാനങ്ങളിൽ ഒന്നാമത്തത് ഖുർആനും ഹദീസും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതായിരുന്നു. അഥവാ 10 വർഷം മുമ്പ് പിരിഞ്ഞു പോയപ്പോഴുമുള്ള വിഷയം ഈ സലഫിന്റെ മാർഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയായിരുന്നു എന്നർത്ഥം. അതുകൊണ്ടവർ കൃത്യമായി എഴുതി പ്രസിദ്ധീകരിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. ഞങ്ങൾ മറ്റൊരു ചിന്താധാരയിലാണ്, ഐഡിയോളജിയിലാണെന്ന് തുറന്നു പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. അതോടുകൂടി കഴിഞ്ഞ 10 വർഷം ആദർശപരമായ മാറ്റുരക്കൽ മുമ്പ് പിരിഞ്ഞുപോയവരോട് നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളോട് അങ്ങാടികളിൽ, വീടുകളിൽ വ്യക്തിപരമായി വിഷയം സ്വർഗത്തിൻ്റെതായതുകൊണ്ട്, വിഷയം നരകരക്ഷയുടേതായതുകൊണ്ട് നമുക്കവരോട് വിയോജിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അടുത്തുള്ള തകരാറുകൾ ആത്മാർത്ഥമായി നാം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ പിരിഞ്ഞു പോകുന്നതിനു മുമ്പ് തന്നെ അവർ സലഫിന്റെ മാർഗത്തിനെതിരെയുള്ള പണികൾ ആരംഭിച്ചിരുന്നു. ഈ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ തകർക്കുന്നതിന് വേണ്ടി മുജാഹിദുകൾക്ക് പരിചയമില്ലാത്ത ചില വിഷയങ്ങൾ, അഥവാ പരിചയമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ പഠിക്കാൻ പൊതുവെ മുജാഹിദുകൾക്ക് സാധിക്കാതെ പോയ ചില വിഷയങ്ങൾ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിലൂടെ ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം എന്ന ബിൻബാസ് പ്രസിദ്ധീകരണത്തിലൂടെ നടപടിക്ക് വിധേയമാകാൻ കാരണമായി തീർന്ന അഡ്രസ് ഇല്ലാത്ത 180 പേജ് പുസ്തകത്തിലൂടെ പിന്നീട് അഡ്രസ് വെച്ച് MI മുഹമ്മദ് അലി സുല്ലമിയുടെ പേരിൽ ഇറക്കിയ ചുവന്ന പുസ്തകത്തിലൂടെ കേരളീയ സമൂഹത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഗൾഫിലുള്ള സലഫികൾ സിഹ്ർ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാ, അവർ ജിന്നുബാധയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാ, അതിന് ചികിത്സയുണ്ടെന്ന് പറയുന്നവരാ. നമ്മൾ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് അത് വേറെ ഇത് വേറെ എന്ന് പഠിപ്പിക്കലായിരുന്നു. കൃത്യമായ മറുപടികൾ മുജാഹിദ് പ്രസ്ഥാനം അവർക്ക് നൽകി. ആ മറുപടികളുടെ കൂട്ടത്തിൽ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയുന്ന ആരോപണം, ആ ആരോപണത്തിനായിരുന്നു കൃത്യമായ മറുപടി നൽകിയത്. ആ മറുപടി തൃപ്തികരമാണെന്ന് കാണുമ്പോൾ വലിയൊരു ബോംബങ്ങ് വർഷിച്ചു. ശിർക്കിലേക്ക് പോയിരിക്കുന്നു. 2002 ആഗസ്റ്റ് 23 ശബാബ കാര്യം വ്യക്തമായി തുറന്ന് എഴുതി. ആ തുറന്ന് എഴുതിയതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി 2004 മണ്ണാർക്കാട് നടന്ന കാന്തപുരം വിഭാഗവുമായുള്ള ഇസ്തിഹാസയുടെ വിഷയത്തിലുള്ള സംവാദം, ആ സംവാദത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദുർബലമായ ഒരു ഹദീസുമായി ശിർക്കിന്റെ അഹ്ലുകാർ വന്നപ്പോൾ കൃത്യമായ ഇന്നേ വരെയുള്ള തൗഹീദിന്റെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം അങ്ങ് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ അബ്ദുസ്സലാം സുല്ലമി അതിനെ പിടിക്കുകയും
യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ആ ഹദീസിലെ പരാമർശത്തിൽ ശിർക്കുണ്ട് എന്ന് പറയുകയും ശിർക്കിലേക്ക് പോയി എന്നതിന് തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തു. പക്ഷേ അത് ചെന്നു പതിച്ചത് സ്വന്തം പാളയത്തിൽ കൂടിയായിരുന്നു. ആവർത്തിച്ച് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി കൃത്യമായി ഫത്വ കൊടുത്തതും പിന്നീട് 2001 പുസ്തകമായി പ്രസിദ്ധീകരിച്ചതുമെല്ലാം ശിർക്കാണോ എന്ന് നമ്മൾ ചോദിച്ചു. 2007 ആയപ്പോൾ സെൻസിംഗ് മാസികയിൽ ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ. ഉള്ളിൽ നമ്മൾ വായിച്ചു നോക്കുക, സ്ക്രീനിൽ നമുക്ക് കാണാമല്ലോ കൃത്യമായി എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതെ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു. കാരണം അബ്ദുസ്സലാം സുല്ലമിയുടെ വീക്ഷണത്തിൽ ജിന്ന് അഭൗതികമാണ്, ജിന്നിന്റെ സഹായം അഭൗതികമാണ്. അപ്പോൾ സിഹ്റിന്റെ പിന്നിൽ പിശാചും പിശാചിന്റെ പ്രവർത്തനങ്ങളുമാണല്ലോ. അത് AP അബ്ദുൽ ഖാദർ മൗലവിയും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന KNM അംഗീകരിക്കുന്നത് കൊണ്ട് അവർ മുശ്രിക്കുകൾ തന്നെ എന്ന് പുറം ചട്ടയിലാണല്ലോ ആ ഹെഡിങ് വന്നത്. അബ്ദുസ്സലാം സുല്ലമിയുടെ ഫോട്ടോയോടുകൂടിയാണല്ലോ സെൻസിംഗ് എന്ന് പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനെ ശിർക്കാരോപണം പല രൂപത്തിൽ തുടർന്നു. 2012 ഒക്ടോബർ 19 പോലും AP വിഭാഗം മുജാഹിദുകളും ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു തേടാമെന്ന നൂതനവാദം അവതരിപ്പിച്ചു എന്ന കൃത്യമായ പച്ചക്കള്ളം അന്നും ശബാബ് 2012 പോലും എഴുതി വിടുകയുണ്ടായി. ഈ ആരോപണങ്ങളെ വളരെ കൃത്യമായി നമ്മൾ നേരിട്ടു. ഖുർആൻ ഉദ്ധരിച്ചു, ഹദീസ് ഉദ്ധരിച്ചു, മുഹമ്മദ് അമാനുവലിയുടെ പരിഭാഷ ഉദ്ധരിച്ചു, KM മൊഴിയുടെ ഫത്വകൾ പറഞ്ഞു കൊടുത്തു. ആ രൂപത്തിൽ ഈ സമൂഹത്തിന് പുതുതായി നമ്മളൊന്നും പറയുന്നില്ല, നേരത്തെയുള്ളത് തന്നെയാണ് പറയുന്നത് എന്ന് KNM ഒന്നിച്ച്, കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒന്നിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ ഹദീസ് നിഷേധത്തിലേക്ക് പോയി അവസാനം ചേകനൂർ അകവും പുറവും എന്ന പുസ്തകത്തിൽ ചേകനൂരിനെ നവോത്ഥാന നായകനായി ഈ കഴിഞ്ഞ ബഹുമാന്യരായ മടവൂർ വിഭാഗത്തിന്റെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കൃത്യമായി എഴുതി. KM മൗലവിയോടൊപ്പം വക്കം മൗലവിയോടൊപ്പം ചേർത്തു പറയേണ്ട രൂപത്തിൽ ചേകനൂർ നവോത്ഥാന നായകനാണെന്ന് പറയുന്നിടത്ത് നമ്മുടെ സഹോദരങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലല്ലോ, വിഷമമാണുള്ളത്. മർക്കസ് ദഅവ ആ കാര്യം എഴുതാനുള്ളതല്ല. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ചേകനൂരിനെ നവോത്ഥാന നായകനായി അവതരിപ്പിക്കുന്നിടത്തേക്ക് നമ്മുടെ സഹോദരങ്ങൾ എത്തിച്ചേർന്നു. വിഷയം ചർച്ചയായി. ആ ചർച്ചയായ സന്ദർഭത്തിൽ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ മാതൃസംഘടനയോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുക, ഒന്നും കേൾക്കണ്ട, KNM എവിടെയാ, ആരാ ഔദ്യോഗികം, ഞങ്ങൾ അവിടെയാണ് നിൽക്കുക എന്ന് പറഞ്ഞ ധാരാളക്കണക്കിന് ആളുകൾ മുജാഹിദുകളിൽ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം വന്നപ്പോൾ അവരൊക്കെ കൂടുതൽ വിഷയങ്ങൾ പഠിച്ചു. അപ്പോൾ ചില ആളുകൾ എന്ത് സിഹ്ർ ഫലിക്കുമെന്നോ, എന്ത് ജിന്നുബാധ ഉണ്ടാകുമെന്നോ, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. KNMനോടൊപ്പം നിന്നവരിൽ നിന്ന് ചോദ്യം വന്നു, ബുഹാരി തോട്ടിലെറിയണം, ജിന്നുബാധ എന്ന് പറഞ്ഞ അന്ധവിശ്വാസം തന്നെയാണ് എന്ന് കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ അനുയായികളിൽ നിന്ന്, നേതാക്കന്മാരിൽ നിന്ന്, സംസ്ഥാന ഭാരവാഹികളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരമുണ്ടായി. അതോടൊപ്പം തന്നെ മൻഹജിന്റെ പഠനം കൃത്യമായപ്പോൾ ജീവിതത്തിലേക്ക് അത് വരാൻ തുടങ്ങി. താടി നീട്ടി നടക്കുന്നു ചിലർ, നിര്യാണിക്ക് മുകളിലേക്ക് പാന്റ് ഇങ്ങനെ കയറിപ്പോവുകയാണ് എന്ന രൂപത്തിലൊക്കെ പറയാൻ തുടങ്ങി. ഈ രൂപത്തിൽ നിഷേധഭാവമുള്ളവരോടൊപ്പം ചില നിക്ഷിപ്ത താല്പര്യക്കാർ പ്രശ്നമുണ്ടാകുമ്പോഴേ അവരെ കാണുള്ളൂ, പ്രശ്നമില്ലെങ്കിൽ അവർക്കൊരു ഹരമേയില്ല. അപ്പോൾ അവർ ഓടി വരും. അല്ലാത്ത സന്ദർഭങ്ങളിൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ കേരളത്തിലും വിദേശത്തുമൊക്കെ അതിശക്തമായി ദഅവത്ത് നടക്കേണ്ട വകുപ്പുകൾ പോലും ഫ്രീസ് ചെയ്ത് അത് കൃത്യമായി വ്യക്തമായി ഫ്രീസറിൽ വെക്കുന്ന ആളുകൾ പോലും ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ രംഗത്തേക്ക് വന്നു. അങ്ങനെ ഈ നിഷേധഭാവമുള്ളവരും ഈ നിക്ഷിപ്ത താല്പര്യക്കാരും ഒരു മുന്നണിയാവുകയാണ്.
സഹോദരങ്ങളെ, ഇതിനെ പിളർക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ ഒരു വാർത്ത? KK സക്കരിയ സ്വലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയെയും പുറത്താക്കിയിരിക്കുന്നു. തേജസ് വാർത്ത. ഈ വാർത്ത ഒരു ഡോസായിരുന്നു. അന്ന് കേരളീയ സമൂഹം ഒന്നിച്ചു പ്രതികരിച്ചു. ഇന്ന് ശിർക്കാരോപിക്കാൻ വേദി ഒരുക്കുന്നവർ പോലും ഇത് കേന്ദ്രമിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരു സൂത്രധാരന്റെ പണിയാണ് എന്ന് കൃത്യമായി പറയുകയും അനുവദിക്കില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിനും മുജാഹിദ് ബാലുശ്ശേരിക്കും പരിപാടികൾ വരെ പ്രഖ്യാപിക്കുകയും അത് അവസാനം KNM പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പുറത്താക്കിയിട്ടില്ല, വാർത്ത വ്യാജമാകുന്നു എന്ന് പറയുന്നിടത്തെത്തിയതിൽ നിന്നും സൂത്രധാരന്മാർ മനസ്സിലായി ഇതെളുപ്പമല്ല, ശക്തമായ പണിയെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം സാധിക്കുകയുള്ളൂ. ഇനി എന്താ എടുക്കാൻ പറ്റുന്ന പണി? അതെ, അപ്പുറത്തൊരായുധമുണ്ട്. ആ ആയുധം ഇപ്പുറത്തേക്ക് എടുക്കുക. അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു. അന്ധവിശ്വാസത്തിലേക്കല്ലേ പോകുന്നത്? എന്താണ് ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ളിൽ ചർച്ചയാക്കി അത് പെരുപ്പിച്ച് കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ശക്തിപ്പെടുത്താൻ ഇനിയും വേണം ശ്രമങ്ങൾ. അങ്ങനെയാണ് ചാരന ഏർപ്പാടാക്കുന്നത്. അതെ, ആ ചാരന ഏർപ്പാടാക്കിയപ്പോൾ അവന് 3 സപ്പോർട്ടുകൾ കിട്ടി. ഒന്ന്, നിഷേധഭാവമുള്ള ഉള്ളിലുള്ള സംസ്ഥാന ഭാരവാഹികൾ വരെയുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പിന്തുണ. കാരണം അവർക്ക് ഉറപ്പാണ് ജിന്നും സിഹറും വിഷയത്തിൽ ആ ഹദീസുകൾ അംഗീകരിക്കാൻ പറ്റില്ല, ബുഹാരി തോട്ടിലെറിയണം. അവിഷയത്തിൽ ആത്മാർത്ഥതയുള്ള സംസ്ഥാന ഭാരവാഹികൾ വരെ അദ്ദേഹത്തെ പിന്തുണച്ചു. മറ്റൊന്ന്, മടവൂർ വിഭാഗം സർവ സഹായങ്ങളും ചെയ്തു. മറ്റൊന്ന്, നിക്ഷിപ്ത താല്പര്യക്കാർ. അവർക്ക് മൻഹജ് ആവശ്യമുള്ളപ്പോൾ അനുകൂലമായും അല്ലെങ്കിൽ പ്രതികൂലമായും അവർ ഉപയോഗിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ 3 സപ്പോർട്ടുകളോടുകൂടി അതാ ബഹുമാന്യരായ മടവൂർ വിഭാഗക്കാർ നാട് നീളെ ഉപയോഗിച്ച കട്ട് ചെയ്ത ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകൾ ആ തളിപ്പറമ്പ് യൂണിറ്റിൽ, മേഖലയിൽ, ജില്ലയിൽ, അവസാനം സംസ്ഥാന കൗൺസിലിൽ ബഹുമാന്യനായ റഷീദ് സാഹിബ് ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ പണിയെടുത്ത വള്ളൂർ റഷീദ് സാഹിബ് വളർത്തിയെടുത്ത മടവൂർ വിഭാഗത്തിനെതിരെ യുദ്ധം നയിച്ച ആ വള്ളൂർ റഷീദ് സാഹിബിനോട് മരണാനന്തരം നന്ദികേട് കാണിച്ചുകൊണ്ട് അവിടുന്ന് ആ ഒരു കീസുമായി KNMന്റെ സംസ്ഥാന കൗൺസിലിലേക്ക് ഒരു മാന്യദേഹം വരുന്നു. ആ മാന്യദേഹത്തിന്റെ കയ്യിലുള്ളത് മടവൂർ വിഭാഗം ഉപയോഗിച്ച കട്ട് ചെയ്ത ക്ലിപ്പുകളാണ്. KNMന്റെ കൗൺസിലിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയ കോഴിക്കോട്ടെ വളണ്ടിയർമാരിൽ ഒരാൾ ബഹുമാന്യനായ PK നസീർ സാഹിബ്, അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടാകണ്ട, ഞാൻ കൊടുത്തോളാം. എല്ലാവർക്കും CD കൊടുത്തു. ആ CDയിൽ എന്താ ഉള്ളത്? ഒരാളുടെ ശരീരത്തിൽ ജിന്നു ബാധിച്ചാൽ അയാൾ ഏർവാടിയിലോ മറ്റോ പോയാൽ അവിടെ വെച്ച് ഒരുപക്ഷെ പിശാചങ്ങ് ഇറങ്ങിക്കൊടുക്കും. അയാൾക്ക് രോഗം മാറിയതായി തോന്നും. കഴിഞ്ഞു, പടച്ചോനെ, ഏർവാടി പോകാന്നാ പറയുന്നത്. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ KNM ഉണ്ടാക്കിയത്? അതിന്റെ ബാക്കി എന്താ? അങ്ങനെയാണ് പിശാച് ശിർക്കിലേക്കും അതുവഴി നരകത്തിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് ഏർവാടിയിലേക്ക് പോകരുത് എന്ന ഭാഗം ആ കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. ബഹുമാന്യനായ TP പോലും ഈ CD വിതരണത്തെ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞില്ലേ? പക്ഷേ നടപടിയില്ല, ചോദ്യമില്ല, ഷോക്കോസില്ല, മറ്റൊന്നും അവിടെ ഉണ്ടായില്ല. അതോടൊപ്പം അതാ ഒരു പുസ്തകം വരുന്നു, ഖുർആൻ ഹദീസ് നിഷേധ പുസ്തകം. ജിന്ന് സിഹർ വിഷയത്തിൽ മഹാനായ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടുള്ള പുസ്തകം വരുന്നു. ആ പുസ്തകം ആദ്യം വന്നത് ഒരു ഇളം ചുവപ്പ് കളറിലുള്ള ചട്ടയിലാണെങ്കിൽ പിന്നീട് ശക്തമായി വിറ്റടിച്ച് പിന്നീടത് മഞ്ഞക്കടലിലുള്ള ചട്ടയിൽ വന്നു. ആ മഞ്ഞക്കടലിലുള്ള ചട്ട കൊണ്ട് തന്നെ അതിന്റെ ആശയവും മഞ്ഞയായതുകൊണ്ട് നേരത്തെ നീലബുക്ക് എന്ന് പറഞ്ഞതുപോലെ KJU പോലും അതിനെ പിന്നീട് മഞ്ഞ ബുക്ക് എന്ന് വിളിച്ചു. ആ മഞ്ഞ ബുക്കിന്റെ നിർമ്മാണത്തിന് എന്നെ സഹായിച്ചത് മൻസൂർ അലി ചെമ്മാടാണ്, ഷംസുദ്ദീൻ പാലക്കോടാണ് എന്നിങ്ങനെ മടവൂർ വിഭാഗത്തിന്റെ പ്രതിനിധികളെ പേരെടുത്തു പറയുകയും പ്രൂഫ് നോക്കാൻ വരെ അവർ സഹായിച്ച കാര്യം ഈ പുസ്തകത്തിന്റെ കർത്താവ് തളിപ്പറമ്പുകാരൻ വ്യക്തമായി പറയുകയാണ്. പക്ഷേ
നീല പുസ്തകത്തിന് വേണ്ടി അന്വേഷിക്കാൻ ബഹുമാന്യനായ അലി അബ്ദുൾ റസാഖ് മദനിയുടെ പേരിൽ ഒരു കമ്മീഷൻ നിശ്ചയിക്കേണ്ടി വന്നുവെങ്കിൽ ഈ മഞ്ഞ പുസ്തകത്തെ പറ്റി പഠിക്കാൻ കമ്മീഷൻ നിശ്ചയിക്കേണ്ടി വന്നില്ല. ആരാണോ തളിപ്പറമ്പിലെ ചാരന് പിന്നീട് ചാരനാണെന്ന് മനസ്സിലായ വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്, അവിടുത്തെ ISMന്റെ കുട്ടികൾ പിടികൂടി. അതെ, ആ ചാരനെ അവർ പിടികൂടി. യൂണിറ്റിൽ നിന്ന്, മേഖലയിൽ നിന്ന്, ജില്ലയിൽ നിന്ന്, അങ്ങനെ ISMന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ നിന്ന് ഇപ്പോൾ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയ അഡ്ഹോക്കിന്റെ പ്രസിഡന്റ് പോലും അംഗീകരിച്ചുകൊണ്ട് ഐകകണ്ഠേന ഇദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതാണ്, മെമ്പർഷിപ്പ് കൊടുക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് ആ ചാരനെ മാറ്റി നിർത്തുകയാണ്. ഈ വിവാദം പുകയുമ്പോൾ അറിയുക, KNMന്റെ സംസ്ഥാന സെക്രട്ടറി CD ടവറിൽ വെച്ച് മഞ്ഞ പുസ്തകം വിതരണം ചെയ്യുന്നു. മുമ്പ് മർക്കസുദ്ദഅവയിൽ വെച്ച് നീല പുസ്തകം വിതരണം ചെയ്തിരുന്നതിന് സമാനമായി ഇതാ മഞ്ഞ പുസ്തകം CD ടവറിൽ നിന്ന് അത് പയ്യോളി മണ്ഡലത്തിലേക്ക് പോകുന്നു. പലയിടങ്ങളിലേക്കും മഞ്ഞ ബുക്ക് പോകുന്നു, ഉള്ളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴിതാ 9/9/2011 3 പേജ് ലേഖനം ഷബാബ് പ്രസിദ്ധീകരിക്കുന്നു. എന്താ 3 പേജ് ലേഖനത്തിലുള്ളത്? ഈ പുസ്തകം ഉഷാർ, ഇത് എല്ലാവരും വായിക്കണം, ഒരാൺകുട്ടി KNMൽ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ പുസ്തകത്തെ പ്രശംസിച്ചുകൊണ്ട് ഷബാബ് 3 പേജ് ലേഖനം എഴുതി. കൂട്ടത്തിൽ പറഞ്ഞു, KNM നേതാക്കന്മാർ ഷണ്ഡത്തം ബാധിച്ചവരാണ്, ഒരു കുത്തുപങ്ക് കൊടുത്തു. ഈ ഷബാബ് CD ടവറിന്റെ മേശപ്പുറത്ത് നിൽക്കുമ്പോഴാണ് 14/9/2011 നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കത്ത് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? തളിപ്പറമ്പിലേക്കാണ് പോകുന്നത്. തളിപ്പറമ്പിലെ ഇലക്ഷൻ ഓഫീസർ, അവിടുത്തെ മുജാഹിദുകൾ തീരുമാനിച്ചു ഈ ചാരന് മെമ്പർഷിപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കണം എന്ന് സംസ്ഥാന വരണാധികാരി പ്രൊഫസർ P. അബ്ദു സാഹിബ് രേഖാമൂലം കത്തയക്കുന്നത്. കൊടുത്തില്ല. അതാ വരുന്നു ഫോൺ, ഞാൻ പ്രൊഫസർ അബ്ദു, KKPക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കണം. ആ സാധാരണക്കാരനായ മണ്ഡലം സെക്രട്ടറി പറഞ്ഞു, കൊടുക്കുന്ന പ്രശ്നമില്ല, ആദർശ വിരുദ്ധനാണ്, ചാരനാണ്, ഇവിടെ ചെയ്ത പ്രവർത്തനം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ അയച്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപന പ്രകാരം മണ്ഡലം പ്രവർത്തക സമിതിക്ക് തീരുമാനിക്കാം മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കാനുള്ള കാര്യം. പക്ഷേ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കയ്യിൽ പ്രൊഫസർ അബ്ദു സാഹിബ് ഫോൺ കൊടുത്തു. AP പറഞ്ഞു മെമ്പർഷിപ്പ് കൊടുക്കണം. ഹുസൈൻ കുഞ്ഞി സാഹിബ് പറഞ്ഞു, സർ, ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഇന്നുന്ന കാരണങ്ങളാൽ കൊടുക്കാൻ പറ്റില്ല. APക്ക് ബഹുമാനമുണ്ട്, പക്ഷേ APക്കുള്ള ബഹുമാനത്തെക്കാൾ ആദർശത്തിലുള്ള വലിപ്പം തളിപ്പറമ്പിലെ സാധാരണ മുജാഹിദ് പ്രവർത്തകനുണ്ട്. അവസാനം മൗലവിക്കൊന്നും പറയാനില്ല. ഞാൻ പ്രൊഫസറുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. പ്രൊഫസർ പറയുന്നു മെമ്പർഷിപ്പ് കൊടുക്കണം. ഹുസൈൻ കൊടുക്കില്ല, കൊടുക്കണം, കൊടുക്കില്ല, കൊടുക്കണം, കൊടുക്കില്ല, കൊടുക്കണം, കൊടുക്കില്ല. കട്ട്, ഫോൺ കട്ടായി. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ മെമ്പർഷിപ്പ് ഒരിക്കലും കൊടുക്കില്ല എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് കൊടുക്കുമോ എന്ന് ഭയപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ ഇസ്മായിൽ കണവക്കൽ 29/9/2011 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, KNMന് കത്തയക്കുന്നു. ഈ മഞ്ഞ പുസ്തകം എന്റെ മകൻ മടവൂരി പ്രവർത്തകനായ ഇഫ്തിഖാറിന് കൊടുത്തത് KKP ആണ്. എന്റെ മറ്റു മക്കളും എന്റെ ഭാര്യയും KNMന്റെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിക്കുന്ന സ്ഥലത്ത് വന്ന് സാക്ഷി പറയാം. അതുകൊണ്ട് KKPക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുത് ആവശ്യപ്പെട്ടു. പക്ഷേ ആ നാട്ടുകാരായ മുജാഹിദുകൾ കൊടുക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അതാ KNM ഭരണയുടെ കയ്യിലെടുത്ത് ഓർഗനൈസർ നിശ്ചയിച്ചു. ഡോക്ടർ ബഷീർ KNMന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റിനെ പ്രത്യേകം ഓർഗനൈസറായി നിശ്ചയിച്ച്, നിങ്ങളാരും കൊടുക്കൂലെങ്കിലും അവരയച്ച ചാരന് ഞങ്ങൾ കൊടുക്കും മെമ്പർഷിപ്പ്. അങ്ങനെ സിദ്ദീഖും അതുപോലെ തന്നെ KKPയും മെമ്പർഷിപ്പ് ഫോമിൽ ഒപ്പിട്ടു. പുതിയ യൂണിറ്റുകളൊന്നും കണ്ണൂർ ജില്ലയിൽ അനുവദിക്കാത്തത് കൊണ്ട് KKP മെമ്പറായില്ല. പക്ഷേ തലശ്ശേരിക്കാരൻ മെമ്പറായി വരികയും ചെയ്തു. 28/10/2011 കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം ഇതിന്റെ ഉള്ളിലുണ്ട്. അന്ന് നീല പുസ്തകമായിരുന്നുവെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്.
എന്ന് പറഞ്ഞ് കൃത്യമായി ആദർശവിരുദ്ധ പ്രവർത്തനമുണ്ടെന്നും അതിനൊരു ഗൂഢസംഘം നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ KJU-വിനെ വിലവെക്കുമോ ഈ ഗൂഢസംഘം? അവർ ഉളിക്കൽ മിമ്പറിൽ KKPയെ നിർത്തിയ സന്ദർഭത്തിൽ ഹദീസ് നിഷേധം പ്രസംഗിച്ചപ്പോൾ ഉളിക്കലിൽ നിന്നും ഇറക്കിയപ്പോ ആ KKPയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്ത് മിമ്പറിന്റെ മുകളിൽ KNM-ന്റെ സംസ്ഥാന സെക്രട്ടറി കയറ്റി. KJU മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം എന്ന് പറഞ്ഞ വ്യക്തിയെ മിമ്പറിന്റെ മുകളിൽ കയറ്റാനാണോ നമ്മൾ KNM-ന് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്? ഇത് ചോദിക്കാനാണ് ഈ പാരാവാരം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിന് മറുപടി കിട്ടണം. KJU ചാരനാണെന്ന് പ്രഖ്യാപിച്ച, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘമാണെന്ന് പ്രഖ്യാപിച്ച ഒരുത്തൻ ആ നാട്ടുകാര് മിമ്പറിന് തായിറക്കിയപ്പോ അവനെ ബഹുമാനിക്കാനാണോ KNM-ന്റെ സെക്രട്ടറി? തീർന്നില്ല. പിന്നീട് ഇരിട്ടി മിമ്പറിൽ 6 മാസക്കാലം ശബാബ് പ്രശംസിച്ച ആദർശ വ്യതിയാന പുസ്തകം, KJU-വിന്റെ ഭാഷയിൽ മഞ്ഞ പുസ്തകം എഴുതിയവൻ 6 മാസം ഇരിട്ടി മിമ്പറിൽ തുടരുകയാണ്. തീർന്നില്ല. അങ്ങനെ KJU-വിനെ പണ്ഡിതന്മാരെ, KNM-ന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ 40ഓളം പണ്ഡിതന്മാരുടെ പ്രത്യേക എൻഗേജ്മെന്റുകൾ വാങ്ങി അദ്ദേഹം യാത്രയായി. അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങിയ ചില കാര്യങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2012 ജനുവരി 1-ന് ഈ വ്യക്തി, ഈ ചാരനായ വ്യക്തി വളപട്ടണത്ത് വെച്ച് കുംഭസാരം നടത്തുന്നു. ആ കുംഭസാരത്തിൽ പറയുന്നത് ഞാൻ പനി പിടിച്ചു പറഞ്ഞതാണ്. ആരെ കുറിച്ച്? സക്കരിയ സ്വലാഹിയെ കുറിച്ച്. എന്നാൽ അബ്ദുറഹ്മാൻ സലഫിയെ പറ്റിയോ? അതങ്ങനെയല്ല എന്ന രൂപത്തിൽ ആ കുംഭസാരം പിടിച്ചു. വളപട്ടണത്ത് വെച്ച് ആ കുംഭസാരം നടത്തുമ്പോൾ ആ ചാരന ഇളക്കിവിട്ട ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി വളപട്ടണത്തുണ്ടായിരുന്നു. ഏത് വീട്ടിൽ വെച്ചാണ് കുംഭസാരം നടന്നത്? ഏതാണ് റൂം? ഏതാണ് വീടിന്റെ നമ്പർ? അറിയണോ? മുജാഹിദുകൾ തയ്യാറാണ്. ആർക്കെതിരെ? KNM-നെതിരെ സംസാരിക്കാനല്ല, KNM-ന്റെ ഭാരവാഹികൾക്കെതിരെ സംസാരിക്കാനല്ല, ഈ മഹത്തായ പ്രസ്ഥാനത്തെ തകർക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ അന്വേഷണത്തിന് തയ്യാർ. ഫോൺ ക്ലിപ്പ് മുഴുവൻ നമുക്ക് അന്വേഷിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? അന്വേഷിക്കാം. KNM-ന്റെ എക്സിക്യൂട്ടീവിൽ പറഞ്ഞില്ലേ, ആരും ബലിയാടാകണ്ട, നമുക്കൊരു നിഷ്പക്ഷമായ അന്വേഷണം നടത്താം. പക്ഷേ അത് ഉണ്ടായില്ല സഹോദരങ്ങളെ. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, അവർ മാത്രമാണ് പ്രശ്നം. 5/6/2011 CD ടവറിൽ നടക്കുന്ന ഗ്രൂപ്പ് മീറ്റിംഗ്, ആ ഗ്രൂപ്പ് മീറ്റിംഗ് പിന്നീട് നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ മുന്നോടിയായിരുന്നു. ISM-ന്റെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ ഭാരവാഹികൾ AP-യുടെ ചേംബറിൽ കയറി ചോദിച്ചു, സർ നിങ്ങൾ ഈ യോഗം അറിയുമോ? ഞാൻ അറിയില്ല. TP-യോട് ഫോൺ ചെയ്ത് ചോദിച്ചു, ഞാൻ അറിയില്ല. എക്സിക്യൂട്ടീവ് ചോദിച്ചു, ഞങ്ങൾ അറിയില്ല. AP-യും TP-യും അറിയാതെ CD ടവറിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തിപ്പെട്ട് സ്വാഗതവും അധ്യക്ഷനും നന്ദിയും ഒക്കെയായി ഒരു യോഗം ആര് സംഘടിപ്പിച്ചു എന്ന് ഈ സലീം ചോദിച്ചാൽ, ISM പ്രവർത്തകർ ചോദിച്ചാൽ, MSM പ്രവർത്തകർ ചോദിച്ചാൽ, അത് കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് പറയാം. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയേക്കാൾ പ്രായം കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലെ കാരണവരായ, മുമ്പ് KNM ഇലക്ഷൻ ഒരൊച്ചപ്പാടുമില്ലാതെ നിയന്ത്രിച്ച ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി പേനയെടുത്തു, കടലാസെടുത്തു, KNM-ന് കത്തെഴുതി. 5/6/2011 CD ടവറിൽ ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ച പണ്ഡിതന്മാരെ ഈസ്റ്റ് ജില്ലയിലെ KJU വിശദീകരണത്തിന് പങ്കെടുപ്പിക്കരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലാ കമ്മിറ്റി, ബഹുമാന്യനായ AP തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി, അബ്ദുറഹ്മാൻ സലഫി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി, ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. 5/6/2011 ഗ്രൂപ്പ് യോഗം 1993 അങ്ങ് മേപ്പയ്യൂരിൽ വെച്ച് അസർ അലി സാഹിബ് സംഘടിപ്പിച്ച ഗ്രൂപ്പ് യോഗത്തോട് ഏതർത്ഥത്തിലും തുലനം ചെയ്യാവുന്ന ഈ ഗ്രൂപ്പ് യോഗം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അന്വേഷണം ഉണ്ടായില്ല.
പക്ഷേ കരുവള്ളിക്ക് സമ്മാനം കിട്ടി. 40 വയസ്സുമായ പ്രായമായ പല ആളുകളും ഡോക്ടർ സുൽഫിക്കർ അലിയെ പോലെയുള്ള MT അബ്ദുസ്സമദ് സുല്ലമിയെ പോലെയുള്ള ആളുകൾ KNMന്റെ ഭാരവാഹിയായപ്പോൾ കരുവള്ളി ഔട്ട്. നോമിനെ ചോദ്യം ചെയ്യാൻ ആരാണ് ഇവിടെ? അവൻ ഔട്ട്. ഇപ്പോൾ എവിടെ കരുവള്ളി? എവിടെ കരുവള്ളി? KNM എക്സിക്യൂട്ടീവിലില്ല. ഈ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ചുങ്കത്തറയിൽ വെച്ച് സംസാരിച്ച ഒരു സഹോദരൻ CD ടവറിൽ വെച്ച് മടവൂർ വിഭാഗത്തെ സന്തോഷിപ്പിക്കുന്ന ഹദീസ് നിഷേധ പ്രസംഗം നടത്തിയ ആ ഫാറൂഖി MSM കുട്ടികളോട് പറഞ്ഞു, വലിച്ചു കീറി പൊളിച്ചെറിയും. അതിനുവേണ്ടിയായിരുന്നു 5/6/2011 ഗ്രൂപ്പ് യോഗം എന്നർത്ഥം. അത് കഴിഞ്ഞു KJE വിശദീകരണങ്ങൾ വരുന്നു. നാടാകെ ശിർക്കാരോപണം. മടവൂർ വിഭാഗം ഉന്നയിച്ച അതേ ശിർക്കാരോപണം. പക്ഷേ മഞ്ഞ ബുക്കിനെ പറ്റിക്കാമായില്ല. ഈ KJU ഗൂഢസംഘം എന്ന് പറഞ്ഞവരെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എല്ലാ സ്ഥലത്തും ശിർക്കാരോപണം. ആ ചില ആളുകൾ ശിർക്കിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് മുജാഹിദ് മനസ്സുകളെ രണ്ടാക്കി തീർക്കുന്നു. പിറ്റേ ദിവസങ്ങളിൽ ഇലക്ഷനാണ്. KJU വിശദീകരണവും ഇലക്ഷനും ഒന്നിച്ചൊന്നിച്ചു പോവുകയാണ്. അങ്ങനെ ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ മുജാഹിദുകൾ പ്രതികരിച്ചു. ശക്തമായ ബോധവൽക്കരണം നടത്തി. ആ ബോധവൽക്കരണത്തിൽ അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടില്ല എന്ന് സമർത്ഥിച്ചു കൊടുത്തു. KJU മുജാഹിദുകളോടൊപ്പമായിരുന്നു. KJUവിന്റെ പേരിൽ ചിലർ എഴുതിയ 3ഓളം പരാതികൾ ഇന്ന് പരിഗണിക്കാതെ കിടക്കുന്ന ആ റുഖിയ ശറയ്യ എന്ന പേരിൽ ജിന്നി പിശാച് റുഖിയ ശറയ്യ എന്ന പുസ്തകത്തിന്റെ 19ാമത്തെ പേജിൽ ഇങ്ങനെ ജിന്നുകളോട് സഹായം തേടുന്ന മുജാഹിദുകൾ ഉണ്ട് എന്നത് ആരോപണം മാത്രമാണ്. അതിനോടൊപ്പമാണ് മുജാഹിദുകൾ നിന്നത്. പക്ഷേ ആ ആരോപകരുടെ ഭാഗത്തേക്ക് KJUവിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് TP മാറി. KJUവിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഭാരവാഹികൾ മാറാൻ തയ്യാറാകാത്തവർ മൗനം പാലിച്ചു. അതാണ് പിന്നീട് കണ്ടത്. അതുപോലെ ജിന്നും ശൈത്താനും എന്ന് പറയുന്ന KNM ഇറക്കിയിട്ടുള്ള അമാനി മൗലവിയുടെ പ്രസിദ്ധീകരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് വ്യക്തമായ ദുരാരോപണം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ സിഹറുമായി ബന്ധപ്പെട്ട് അമാനി മൗലവിയുടെ പരിഭാഷ, KM മൗലവിയുടെ ഫത്വ, KNM അയച്ച സർക്കുലർ കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു. ജിന്നുവാദ ഉണ്ട് എന്നതിന് KJU ബുക്കിലെ 19ാമത്തെ പേജിൽ പഠിപ്പിച്ചു. അതുപോലെ മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷയിലെ 113ാമത്തെ അധ്യായത്തിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന, റസൂലുള്ള നടത്തിയ കാര്യം നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരു അന്ധവിശ്വാസത്തിലേക്കും പോയിട്ടില്ല. ഈ ഖുർആനും ഹദീസും പഠിപ്പിച്ചപ്പോ മടവൂർ വിഭാഗം മുമ്പ് പറഞ്ഞു ജിന്നുവാദികൾ, ജിന്നിന്റെ ആളുകൾ. ഈ പേരാദ്യമിട്ടത് മുജാഹിദ് വോയിസ് ആണ് 2002. ആ പേര് ഇന്ന് വിചിന്തനം പറയുന്നു. മുജാഹിദുകൾ പറയുന്നു മുമ്പ് മുജാഹിദ് വോയിസ് എന്ന മടവൂർ വിഭാഗം പറഞ്ഞത് പറയാനല്ല നമ്മൾ വിചിന്തനം ഉണ്ടാക്കിയത്. ജിന്നൂരികൾ 2007 ആലപ്പുഴയിൽ വെച്ച് മടവൂർ വിഭാഗം KNMനെ വിളിച്ചു. ഇന്ന് ആരാണത് വിളിക്കുന്നത്? ചിന്തിക്കുക. അതുപോലെ തന്നെ കേവലം ഒരു രോഗശാന്തി പ്രാർത്ഥന മാത്രമല്ല, ചികിത്സയാണ് റുഖിയ ശറയ്യ എന്ന്. ചികിത്സ എന്ന് KM മൗലവി കൃത്യമായി പറഞ്ഞ കാര്യം. ബുക്കിന്റെ പേര് തന്നെ റുഖിയ ശറയ്യ എന്നാണല്ലോ. ഈ രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോഴാണ് അവിടെ ഇറക്കുന്നുണ്ട്, ഇവിടെ ഇറക്കുന്നുണ്ട്, അവിടെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആളുകൾ അന്വേഷിച്ചു. ഈ ആരോപണം കോഹിനൂർ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഹോമിനെതിരെ മടവൂർ വിഭാഗം ഉന്നയിച്ചപ്പോൾ അതിന് നാം അന്ന് മറുപടി പറഞ്ഞു. സക്കരിയ സ്വലാഹി ബുക്കെഴുതി മറുപടി പറഞ്ഞു. എന്നാൽ അതേ ആരോപണം പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മേൽ വന്നു. എന്നാൽ സ്വാഭാവികമായും ഹജ്ജിന് പോയ ഒരു സ്ത്രീക്ക് അവിടെ വെച്ച് ചില അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ, അത് ജിന്നുബാധയാണോ എന്ന് സംശയമുണ്ടായപ്പോ ആളുകൾ ചേർന്ന് റുഖിയ ശറയ്യ ചെയ്തു കൊടുത്തു. ആ സന്ദർഭത്തിൽ അതിൽ ശക്തമായി സജീവമായി പങ്കെടുത്ത വിചിന്തനത്തിന്റെ എഡിറ്റർ കല്ലിക്കണ്ടിക്കാരൻ, അദ്ദേഹം ജിന്നിനോട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് നമ്മൾ ചോദിച്ചു. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മറുപടിയില്ല. ഇന്നോളം മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ സഹോദരങ്ങളെ,
ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചാരന്റെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ അടുത്ത ചാരൻ പറഞ്ഞു, ഇല്ല, തെളിവില്ലാതെ ഒരാളെയും ചാരൻ എന്ന് പറയില്ല. പിടിച്ചോളൂ തെളിവ്. 2013 ഫെബ്രുവരി 3 തീയതി ജാമിയ സലഫിയയിൽ ബഹുമാന്യനായ MM മദനി ഉദ്ഘാടനം ചെയ്ത അഹമ്മദ് അലി മദനി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എടത്തനാട്ടുകരക്കാരനായ റിയാദിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ള സുല്ലമി, ആ സുല്ലമിയോട് കുട്ടികൾ ചോദിച്ചു, അല്ല, KM മൗലവിയുടെ ഫത്വയുണ്ടല്ലോ, ആ ഫത്വ ശരിയല്ല, KNMന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ശരിയല്ല, ആ ഫത്വ ശരിയല്ല, ജിന്നുബാധയുണ്ടാകുമെന്ന ഫത്വ. KJU അതിന്റെ ബുക്കിൽ 31-32 പേജിൽ ആയത്ത് കൊടുത്ത് ജിന്നുബാധയുണ്ടെന്ന് പറഞ്ഞതാ. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇവിടെ വന്നത്? KM മൗലവി അന്ധവിശ്വാസിയാണെന്ന് പറയാൻ ചോദിച്ചു. ഈ വേദിയിലുള്ള PN അബ്ദുൽ ലത്തീഫ് അതിന്റെ നേതൃത്വത്തിലെടുത്ത 10 തീരുമാനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അത് KJU അംഗീകരിച്ചിട്ടില്ല, അത് KJUന്റെ തീരുമാനമല്ല, ശരിയാണ്, KJU യോഗത്തിൽ വന്നതല്ല. പക്ഷേ 5-10-2011 എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി പ്രഖ്യാപിച്ചു, ഈ തീരുമാനങ്ങളിൽ ഒരു ഹർഫ് പോലും KJUവിന് എതിരില്ല. അപ്പോൾ അത് KJUവിനെതിരാണെന്ന് പറയാൻ അപ്പുറത്ത് നിന്ന് KKPയുടെ ജ്യേഷ്ഠൻ ഇപ്പുറത്തേക്ക് വന്നു. അയാൾക്ക് വേദി കൊടുക്കുന്ന KJU സെക്രട്ടറിയാണ് ഞങ്ങൾക്ക് വിഷമം. സാർ, നിങ്ങൾ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, പരലോകത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ KNMന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് റുഖിയ ശിർകിയ അല്ല, റുഖിയ ശരഇയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ KM മൗലവിയെ തള്ളി പറയാൻ വന്ന ഒരാൾക്ക് അങ്ങ് വേദി കൊടുത്തു, ആ പരിപാടി അങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. ഈ പാരാവാരമായി നിൽക്കുന്ന മുജാഹിദുകൾക്ക് വിഷമമുണ്ട്, മടങ്ങണമെന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി നമ്മൾ അറിയുകയും, ബഹുമാന്യനായ TP പറഞ്ഞുവല്ലോ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്ന ചർച്ച ഇതിന്റെ ഉള്ളിൽ വന്നു. അല്ലാഹുവിനുള്ള മുഴുവൻ കഴിവും ജിന്നിനുമുണ്ടെന്ന് പറയുന്ന അവസ്ഥ വന്നു. അതൊക്കെ പ്രസംഗം ഇറങ്ങുമ്പോൾ അതിൽ വീഡിയോ ക്ലിപ്പായി നമുക്ക് കാണാം. മുജാഹിദുകൾ നേരിട്ടു, ശക്തമായി നേരിട്ടു, കാസർഗോഡ് മുതൽ നേരിട്ടു. അപ്പോൾ പറഞ്ഞു, കേൾക്കാൻ പോകരുത്, പോയ ആൾക്കാരുടെ പേര് വിവരം അറിയിക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത രീതി, എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക എന്ന് നമ്മൾ പറഞ്ഞത്. അതിനെ അട്ടിമറിച്ചു. പക്ഷേ മുജാഹിദുകളെല്ലാം കേട്ടു. മുജാഹിദുകളുടെ പരിപാടി കാളുകൂടി, ഗൂഢസംഘത്തിന്റെ പരിപാടി കാളുകുറഞ്ഞു. അവസാനം തിരുവനന്തപുരത്തെത്തിയപ്പോൾ മുജബ്ബാർ മൗലവിക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് വാദം എന്ന് ജാമിയ നദ്വിയ എടവണ്ണയിൽ വെച്ച് പറഞ്ഞ കായക്കൊടിക്കാരൻ തിരുവനന്തപുരത്ത് വെച്ച് സമ്മതിച്ചു, അങ്ങനെ ഒരു വാദമില്ല. TP പിന്നീട് പറഞ്ഞു, അല്ലാഹുവിനുള്ള മുഴുവൻ കഴിവും ജിന്നിന് കൊടുത്തു. ഞാൻ പറഞ്ഞു, അതൊന്ന് കേൾപ്പിക്കി, നിങ്ങൾക്ക് പിന്നീട് അത് കേൾക്കാം. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ ശിർക്കാരോപിച്ച് ഇവർ തിരുത്തുമ്പോഴേക്കും ഉപ്പയും മകനും തെറ്റിക്കഴിഞ്ഞിരുന്നു, പുതിയാപ്പിളയും അമ്മോച്ചനും തെറ്റിക്കഴിഞ്ഞിരുന്നു, ജ്യേഷ്ഠനും അനിയനും തെറ്റിക്കഴിഞ്ഞിരുന്നു. CRE ക്ലാസ്സിന് കുട്ടികളെ വലിച്ചയച്ചു കൊണ്ടുപോയിരുന്നു. QHLസുകൾ മുടങ്ങിക്കഴിഞ്ഞിരുന്നു, സലാം പറയാതായിരുന്നു. ഇപ്പൊ പറയാ അങ്ങനെ വാദല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഇങ്ങനെ കൃത്യമായ ഒരു ആർക്കോ വേണ്ടിയുള്ള ഒരു അജണ്ടയുമായിട്ടാണ് സഹോദരങ്ങളെ വന്നിട്ടുള്ളത്. അവസാനം എത്തിയത് എവിടെയാണ്? ജിന്ന് അഭൗതികമാണ് എന്ന കൃത്യമായി സമസ്തക്കാർ പറയുന്ന, അബ്ദുസ്സലാം സുല്ലമി പറയുന്ന അതേ വാദത്തിലാണ് അവസാനം എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 2007 സമസ്തക്കാരും മടവൂർ വിഭാഗവും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ശിർക്ക് ആരോപണവുമായി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ലോകത്തെല്ലാ കാര്യങ്ങളും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ള അവർ പറയുകയില്ല.
അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. 2007 ഫെബ്രുവരി 19, അതെ, അഭൗതികമായി സഹായിക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ, ഉപകാരം ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ഇത് തൗഹീദിന്റെ അടിത്തറയാണ്. കുഞ്ഞീദ് മദനി പഠിപ്പിച്ചതാണ്, അൽമനാർ പഠിപ്പിച്ചതാണ്. പക്ഷേ ഇതിന് വ്യത്യസ്തമായി അത് ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നെങ്കിൽ സ്ക്രീനിൽ മറ്റൊരു ഫെബ്രുവരി നിങ്ങൾക്ക് കാണാം. 2013 ഫെബ്രുവരി എന്ന് പറയുന്നു. ജിന്ന് അഭൗതികം തന്നെ. നെല്ലിക്കുത്ത് കൈയടിച്ചു, സലാം സുല്ലമി കൈയടിച്ചു. ജിന്ന് അഭൗതികം തന്നെ. എവിടെ നിൽക്കുന്നു? ആർക്കാ മാറ്റം സംഭവിച്ചത്? മൂവാറ്റുപുഴയിൽ വെച്ച് യാ ഇബാദല്ലയിൽ ആ വിളിയിൽ അഭൗതികതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, അപ്പോൾ സിഹ്ർ വലിക്കുന്നതോ? കുടുങ്ങിപ്പോയി നമ്മുടെ ആളുകൾ. ഇല്ല, മുജാഹിദുകൾ കുടുങ്ങിയിട്ടില്ല, ഈ ആദർശ പ്രസ്ഥാനക്കാർ കുടുങ്ങിയിട്ടില്ല. മറിച്ച് പൊളിറ്റിക്സിന് വേണ്ടി ശിർക്കാരോപണം കൊണ്ടുവന്ന് അവസാനം അതിൽ ആപതിച്ചു പോയവരാണ് സഹോദരങ്ങളെ കുടുങ്ങിയിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. 2002 17ാം തീരുമാനമായി KJU പറഞ്ഞു, ഇടക്കാലത്ത് നമ്മുടെ സംഘടനയിൽ രൂപം കൊണ്ട വളണ്ടിയർ കോർ എന്ന രഹസ്യ വിങ് ആദർശ തലത്തിലും സംഘടനാ തലത്തിലും നമ്മുടെ നയനിലപാടുകൾക്ക് ഘടകവിരുദ്ധമാണ്. അവർ ഇറക്കിയ നീലബുക്കിനെതിരെ മുജാഹിദുകൾ രംഗത്തിറങ്ങി. ആ നീലബുക്കിൽ 5ാം മദ്ഹബ് ഗൾഫ് ഇറക്കുമതി എന്ന് മൻഹജിനെ കുറിച്ച് പറഞ്ഞു. 2012 KJU പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം ഉള്ളിലുണ്ട്. മഞ്ഞ ബുക്ക് അന്നത്തെ നീല ബുക്കിന് സമം. ആ മഞ്ഞ ബുക്കിന്റെ കർത്താവ് പറഞ്ഞു, സലഫി മൻഹജ് മൂർഖൻ പാമ്പ്. അന്ന് KJU ആദർശപരമായി തകരാറ് സംഭവിച്ചു എന്ന് പറഞ്ഞ ഗൂഢസംഘത്തിനെതിരെ നമ്മൾ ഒന്നിച്ചു നിന്നു. ഇന്ന് മഞ്ഞ ബുക്കിന്റെ ആളുകൾ സംഘടന പിടിച്ചെടുത്തു, മഞ്ഞ ബുക്കിനെ എതിർക്കുന്നവർ പുറത്തായി. ഇതാണ് സംഭവിച്ചത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരാണ് പുറത്തു നിൽക്കേണ്ടത്, ഇത് മുജാഹിദുകളാണ്, ഇവരാണ് അകത്ത് നിൽക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, KM മൗലവി അദ്ദേഹം അന്ധവിശ്വാസിയാണെന്ന് പഠിപ്പിച്ച ചാരന് വേണ്ടി ഒരു മിമ്പറും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. KNM ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്തു വെച്ച KNMന്റെ 1ാമത്തെ പ്രസിഡന്റ് KM മൗലവി അവിടുന്ന് തുറന്ന് പഠിപ്പിച്ച ആ ഖുർആനും ഹദീസും അനുസരിച്ചുള്ളവരുടെ കയ്യിലാണ് നിൽക്കുക. എന്നാൽ സഹോദരങ്ങളെ, കൂട്ടത്തോടെ പുറത്തായതല്ലോ. പക്ഷേ കോഴിക്കോട് നിന്നൊരു കൗൺസിലർ, സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു കൗൺസിലർ ഇലക്ഷനെ ഒന്ന് ചോദ്യം ചെയ്തു. അപ്പോൾ കോഴിക്കോട് മുനിസിപ്പൽ കോടതി പറഞ്ഞു, എലക്ഷൻ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ അതാ വരുന്നു കോഴിക്കോട് ജില്ലയിൽ റീ ഇലക്ഷൻ. അതിന്റെ അർത്ഥം എന്താ? കോടതി വിധി അംഗീകരിച്ചു. അപ്പോൾ തെറ്റായ രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് വരെ ഇലക്ഷന് കത്ത് വന്നു. അതിന്റെ അർത്ഥം മുജാഹിദ് ബാലുശ്ശേരി ഇൻ, സക്കരിയ സ്വലാഹി ഇൻ, എല്ലാവരും അകത്തു വന്നു. എന്നാൽ കളിച്ചവർ കോടതി ഭാഷയിൽ പുറത്തായി. ഇങ്ങനെ പുറത്തായവർക്ക് ഇലക്ഷൻ നടത്താൻ അധികാരമുണ്ടോ? കോഴിക്കോട്ട് ഇലക്ഷൻ നടത്താൻ അധികാരമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ നടത്തിയാൽ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ ചേരാതെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ? അപ്പോൾ KNMന് പ്രസിഡന്റ് ഉണ്ടോ? ഇതൊക്കെ ചോദിക്കാൻ അറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നുമല്ല പ്രശ്നം. ഇതൊരു കോടതി വർത്തമാനം കോഴിക്കോട്ടുകാർ കൊടുത്തത്. അതിനപ്പുറത്ത് പടച്ചവനുണ്ട്, മുകളിൽ പടച്ചവനുണ്ട് എന്നൊരിക്കലും മറന്നു പോകരുത്. അവസാനിപ്പിക്കും മുമ്പ് അനുവാദത്തോടെ 2 വാക്ക്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലർ സ്തംഭിച്ചു പോകുന്ന അന്ധവിശ്വാസങ്ങളുമായിട്ടാണ് പോകുന്നത് എന്ന് ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾ പറയുന്നുവെങ്കിൽ, മൗലാന മൗദൂദി സാഹിബ് സിഹ്ർ അംഗീകരിച്ച ആളാണ്. 2007 പിശാച് മനുഷ്യരൂപം പ്രാപിക്കുമെന്ന ബുഖാരി ഹദീസ് പ്രബോധനം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഹസനുൽ ബന്ന ഒരു സ്ത്രീക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ ഖുർആൻ ഓതി കൊടുക്കുകയും ആ സ്ത്രീയിലെ ജിന്ന് സംസാരിച്ചപ്പോൾ
കാൽവിരലിലൂടെ ഇറങ്ങിപ്പോകാൻ ഹസനുൽ ബന്ന പറഞ്ഞ കാര്യം അൽ ഇഖ്വാനുൽ മുസ്ലിമൂന അഹ്ദാസ് സ്വനഅത്തി താരീഖ് എന്ന പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് മരണാനന്തരം ഹസനുൽ ബന്നയെ പുറത്താക്കേണ്ടി വരും, മരണാനന്തരം മൗദൂദിയെ പുറത്താക്കേണ്ടി വരും. ആ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാർ. ഇനി തീവ്രവാദവും അതുപോലെ തന്നെ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ടാണോ ആരോപണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് തീവ്രവാദത്തിന്റെ വേരുകൾ ഇവിടെ പ്രചരിപ്പിച്ചത്? ഏത് പ്രസിദ്ധീകരണത്തിലാണ് ഉള്ളത്? മൗദൂദി ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവിടുത്തെ കോടതികളെ കുറിച്ച് എന്താ പറഞ്ഞത്? ജോലി സ്വീകരണത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? നമുക്ക് ചർച്ചയാകാം. അവസാനം എഴുതിപ്പോയല്ലോ എന്ന് വിചാരിക്കുന്നിടത്തേക്ക് എത്തിക്കാതെ വിഷയങ്ങൾ പഠിക്കുകയാണ് നല്ലത്. മുജാഹിദുകൾ വിവാദങ്ങൾ ഉണ്ടാക്കില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു മുഖപ്രസംഗം പോലെയുള്ള കോളങ്ങൾ ഒരു സമൂഹത്തിനെതിരെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ആദർശപരമായി നേരിടേണ്ടി വരും. അതെ, ഖുർആനും ഹദീസും ഗൾഫിൽ നിന്നാണ് വന്നത് എങ്കിൽ അതെങ്ങനെ പിൻപറ്റണമെന്നും ഗൾഫിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. അവിടെ ഒരു ഇസ്ലാമും ഇവിടെ ഒരു ഇസ്ലാമുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശക്തമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതുപോലെ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ നിങ്ങൾ ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നു. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. ആഖിറത്ത് എന്ന് പറയുന്നത്, മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്, അതാണ് ഖൈർ. അതുകൊണ്ട് ഈ തടിച്ചുകൂടിയവർ വന്നത് പരലോകത്ത് രക്ഷപ്പെടാനാണ്. ആ ദുനിയാവിന്റെ പളപളപ്പിൽ നിന്ന് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗത്തിലേക്ക് നാം മുന്നേറുക. അല്ലാഹുവേ, പ്രതിസന്ധി ഉണ്ടാക്കുന്നവർക്ക് നീ നല്ല മനസ്സ് കൊടുക്കണമേ. ഈ തൗഹീദി മുന്നേറ്റത്തെ നീ ശക്തിപ്പെടുത്തണമേ. ഒറ്റപ്പെട്ടു പോകുന്ന പ്രവർത്തകരുണ്ട്, അല്ലാഹുവേ, അവർക്ക് നീ ധൈര്യം നൽകണമേ. ഈ തൗഹീദി മുന്നേറ്റത്തെ നീ സഹായിക്കണമേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ